ഹായ് മക്കളെ, നാളെ നിങ്ങളുടെ അക്കൗണ്ടൻസിയുടെ ഓണപരീക്ഷയാണല്ലോ. നാളത്തെ അക്കൗണ്ടൻസി എക്സാമിൽ ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് വരും, ഏതൊക്കെ പാർട്ടിൽ നിന്ന് വരും എന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലിബാൻ സാർ വന്നിട്ടുള്ളത്. സോ ഏതെല്ലാം ക്വസ്റ്റ്യൻസ് എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇന്ന് കൃത്യം 7 മണിക്ക് എജുപോർട്ടിന്റെ +2 ചാനൽ ലിബാൻ സാർ വരുന്നുണ്ട്. ഞാൻ മാത്രമല്ല, എന്നോട് കൂടി ഇന്നത്തെ ക്വസ്റ്റ്യൻ പ്രഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹനാൻ ഷായും കേരളക്കാരെ അങ്ങോളം ഇങ്ങോളം ആരാധകരുള്ള പ്രിയപ്പെട്ട ഗായകൻ, അതിലുപരി ഒരു അധ്യാപകൻ കൂടിയായിട്ടുള്ള ഹനാൻ ഷായും അദ്ദേഹത്തിന്റെ ബ്രദർ ആയിട്ടുള്ള സ്റ്റീലും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് 3 പേർക്കും ഒരുമിച്ച് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം അക്കൗണ്ടൻസിയിൽ 3 പാർട്ടാണുള്ളത്. ഒന്നാമത്തെ പാർട്ട് പാർട്ട്ണർഷിപ്പിന്റെ പാർട്ട്, രണ്ടാമത്തത് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, മൂന്നാമത്തത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. ഈ ഒരു പാർട്ട്ണർഷിപ്പ് എല്ലാവർക്കും മാൻഡേറ്ററി ആയിട്ട് പഠിക്കാനുണ്ടാകും. ഉറപ്പാണ്, എല്ലാവരും സബ്ജക്റ്റിലും പാർട്ട്ണർഷിപ്പ് ഉണ്ടാകും. 40 മാർക്കാണ് ജനറലി പാർട്ട്ണർഷിപ്പ് ഫൈനൽ അക്കൗണ്ട്സിന് ഫൈനൽ എക്സാമിന് ചോദിക്കുക. ഓണപരീക്ഷയ്ക്കും ജനറലി നിങ്ങൾക്ക് 40 മാർക്ക് ചോദിക്കും. ഇനി നിങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെങ്കിൽ നമ്മുടെ മൊത്തം വരുന്ന സ്റ്റുഡൻസിലെ 80% സ്റ്റുഡൻസിനും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആയിരിക്കും. നിങ്ങൾക്ക് കമ്പ്യൂട്ടറിന്റെ പ്രാക്ടിക്കൽ ഉണ്ടാകും. ലിബറെ ഓഫീസ്, അതുപോലെ തന്നെ ജുനു കാത്തയൊക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഉണ്ടാകും. സോ നിങ്ങൾക്ക് 80% കുട്ടികൾക്കും CAS ആണ്. ഈ CAS 20 മാർക്കിനാണ് എക്സാമിന് ചോദിക്കുക. ബാക്കി 20 മാർക്ക് പ്രാക്ടിക്കലാണ്. ദെൻ ബാക്കി വരുന്ന 20% സ്റ്റുഡൻസിന് എന്താണ്, AFS അഥവാ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അത് 40 മാർക്കാണ് ചോദിക്കുക. അപ്പം കൂടുതലും AFS വളരെ കുറഞ്ഞ സ്റ്റുഡൻസ് ഉണ്ടാവും. പക്ഷേ AFSലെയും CASലെയും പാർട്ട്ണർഷിപ്പിലെയും ക്വസ്റ്റ്യൻസിന്റെയും നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. പാർട്ട്ണർഷിപ്പുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് വരുന്ന ഫസ്റ്റത്തെ ചാപ്റ്റർ ആണ് ബേസിക് കോൺസെപ്റ്റ്, അക്കൗണ്ടിംഗ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്. ഈ ബേസിക് കോൺസെപ്റ്റിലെ ചാപ്റ്ററിൽ നിന്നും ഫസ്റ്റ് മിക്കവാറും തിയറിറ്റിക്കലി ചോദിക്കാൻ സാധ്യതയുള്ള പോർഷൻ ആണ് ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ഒരു പാർട്ട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? മിനിമം 2 മെമ്പേഴ്സ് വേണം, ബിസിനസ് നടക്കണം, അഗ്രിമെന്റ് വേണം തുടങ്ങിയ ആ തിയറി പോർഷൻ ഉണ്ടല്ലോ, അത് ഉറപ്പാണ് 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിന് 100% ചോദിച്ചിരിക്കും. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് കണ്ടിപ്പ 100% എക്സാമിന് വന്നിരിക്കും, ഉറപ്പാണ്. ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനോടൊപ്പം തന്നെ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചോദിക്കും. ചില സമയത്ത് ഇത് രണ്ടും കൂടി ചോദിക്കും. എന്തായാലും ഡ്രോയിങ് ചോദിക്കും, അതോടൊപ്പം ചിലപ്പോൾ എന്തായാലും ക്യാപിറ്റലും ചോദിക്കുന്നതായിരിക്കും. മൂന്നാമത്തത് പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നിങ്ങളുടെ ഇന്നത്തെ എക്സാമിനേഷനിൽ 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നുള്ള ഒരു പോർഷൻ. ഈ ഒരു പോർഷൻ്റെ ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. മോറോവർ ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ലൈവിൽ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ്, ഡീഡ് ആൻഡ് ഇറ്റ്സ് പ്രൊവിഷൻ. കണ്ടിപ്പ 3 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിന് എന്താണ് ഡീഡ്, ആ ഡീഡിലെ പ്രൊവിഷൻസ്, ഡീഡിലുള്ള കണ്ടന്റ്സ് എന്താണ്, ഡീഡിൽ എന്തൊക്കെ കണ്ടന്റ്സ് ഉണ്ടാകും, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, ഈ ഒരു പോർഷനുമായി റിലേറ്റ് ചെയ്തിട്ട് എക്സാമിന് തിയറിറ്റിക്കലി ചോദിക്കും. 3 മാർക്ക് എഴുതി വെച്ചോ, ഈ ഒരു പോർഷൻ ചോദിക്കും. എന്താ ഡീഡ് അല്ലെങ്കിൽ ഡീഡിലെ പ്രൊവിഷൻസ്, ഡീഡിലുള്ള കണ്ടന്റ്സ് ചോദിക്കുന്നതായിരിക്കും. ഈ പ്രൊവിഷൻ അഥവാ ഡീഡ് ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് നിയമം അല്ലെങ്കിൽ എന്താണ് പ്രൊവിഷൻ എന്നാണ് ചോദിക്കാം. നെക്സ്റ്റ്, ഗ്യാരണ്ടി പ്രോഫിറ്റ് അഥവാ നിങ്ങളുടെ എക്സാമിനേഷൻ ഡിഫിക്കൽട്ട് ആവുകയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഗ്യാരണ്ടി പ്രോഫിറ്റിന് ക്വസ്റ്റ്യൻ വരും. അഥവാ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആണെങ്കിൽ ഓരോ സ്കൂളിലും ഡിഫറെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. നിങ്ങളുടെ ടീച്ചേഴ്സ് ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ്, ക്യാപിറ്റൽ അക്കൗണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ പോലെ തന്നെ 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിന് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്വസ്റ്റ്യൻ 100% വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ചാപ്റ്റർ അഡ്മിഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. അല്ലെ, ഈ ബേസിക് കോൺസെപ്റ്റ് കഴിഞ്ഞാൽ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എന്നുള്ള ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ പോർഷൻ. അതിലെന്താണ്, റൈറ്റ് ജേർണൽ എൻട്രി ഫോർ ഗുഡ് വിൽ വൈൽ അഡ്മിറ്റിംഗ് എ പാർട്ണർ. ഈ പോർഷൻ നിങ്ങളുടെ സ്കൂളിൽ എടുത്തു കഴിഞ്ഞ പോർഷൻ ആണെങ്കിൽ ഉറപ്പാണ് 5 മാർക്സ് അല്ലെങ്കിൽ 4 മാർക്സ് അല്ലെങ്കിൽ 3 മാർക്സിന് ഈ ഗുഡ് വില്ലിന്റെ ജേർണൽ എൻട്രി 100% ചോദിക്കും. ഇതാണ് ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത്. എല്ലാ വർഷത്തെ ഫൈനൽ എക്സാമിനും മിനിമം 3 മാർക്കിന് ചോദിക്കുന്ന ഒരു പോർഷനാണ് ഗുഡ് വില്ലിന്റെ കാൽക്കുലേഷൻ, ഗുഡ് വില്ലിന്റെ ജേർണൽ എൻട്രി. നെക്സ്റ്റ്, ഗുഡ് വില്ലിന്റെ കാൽക്കുലേഷൻ ഒന്നെങ്കിൽ സിമ്പിൾ ആവറേജ് ആയിരിക്കും, അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ആയിരിക്കും, അല്ലെങ്കിൽ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ആയിരിക്കും. ഈ 3 മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങളുടെ സ്കൂളിൽ ടീച്ചർ ഏതാണോ തരുന്നത് ആ ഒരു മെത്തേഡിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. ദെൻ ഗുഡ് വില്ലുമായി റിലേറ്റ് ചെയ്ത തിയറി എന്താണ്, ഗുഡ് വിൽ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഗുഡ് വിൽ, നീഡ് ഫോർ ഗുഡ് വിൽ, എപ്പോഴെല്ലാമാണ് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതിന്റെ ഡെഫിനേഷൻ അടക്കം ചെയ്യും, എക്സാമിന് ചോദിക്കും. 2 മാർക്സ് അല്ലെങ്കിൽ 3 മാർക്കിന് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നും തിയറിറ്റിക്കലി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷൻ ഇതാണ്. നെക്സ്റ്റ്, റീകോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ, എപ്പോഴെല്ലാമാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കാൻ സാധ്യതയുള്ളത് തുടങ്ങിയ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ഈ ഒരു ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കുന്നതായിരിക്കും. പിന്നെ ഉള്ളത് എന്താണ്, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അതുപോലെ തന്നെ രണ്ടാമത് സാക്രിഫൈസിംഗ് റേഷ്യോ. ഇത് രണ്ടും എന്ത് ചെയ്യും, നിങ്ങൾ ചോദിക്കും. ഇത് ഈ പറഞ്ഞ പോർഷൻസുമായി റിലേറ്റ് ചെയ്ത് തിയറിറ്റിക്കൽ എന്തായാലും 1 മാർക്കിന് 2 മാർക്കിന് എന്ത് ചെയ്യും, MCQ ക്വസ്റ്റ്യൻ സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ പാർട്ട്ണർഷിപ്പുമായി റിലേറ്റ് ചെയ്ത കംപ്ലീറ്റ് പോർഷനും കഴിഞ്ഞു. രണ്ടാമത് എന്താ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് ചാപ്റ്റർ. ഏറ്റവും ഈസി ആയിട്ട് 6 7 മാർക്കോ വാങ്ങാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ്. പക്ഷേ ഈ ഓണം എക്സാമിന് എന്തായാലും നിങ്ങൾക്ക് 8 മുതൽ 10 മാർക്ക് വരെ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് മാത്രം ചോദിക്കും. എന്താ, ഒന്ന് CASന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മെറിറ്റ് ഓർ
മെറിറ്റ് ആണ് സാധാരണ ചോദിക്കാറുള്ളത്. ഡിമെറിറ്റ് സാധാരണ അങ്ങനെ ചോദിക്കാറുന്നില്ല. പക്ഷേ നിങ്ങൾ മെറിറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഈ മെറിറ്റ് പഠിച്ച രണ്ട് ഗുണമുണ്ട്. അഡ്വാൻറ്റേജും അല്ലെങ്കിൽ മെറിറ്റും ഫീച്ചേഴ്സും മൂന്നും ഒന്ന് തന്നെയാണ്. എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരേ ക്വസ്റ്റ്യൻ വരും. കോഡിഫിക്കേഷൻ, ഗ്രൂപ്പിംഗ്. എന്താ അക്കൗണ്ട്സിന്റെ കോഡിഫിക്കേഷൻ എന്താണ്, ഗ്രൂപ്പിംഗ് എന്താണ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് കോഡ്സ് എന്ത് ചെയ്യും എക്സാം ചോദിക്കും. ടൈപ്സ് ഇല്ലാത്ത ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറും ഇന്ന് വരെ വന്നിട്ടില്ല. അക്കൗണ്ടിങ്ങിന് സബ് സിസ്റ്റം ഉണ്ട്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ പല സബ് സിസ്റ്റം, ക്യാഷ് ആൻഡ് ബാങ്ക്, ദെൻ അക്കൗണ്ട് റിസീവബിൾ സബ് സിസ്റ്റം, പർച്ചേസ് ആൻഡ് അക്കൗണ്ട് പേയബിൾ, അങ്ങനത്തെ സബ് സിസ്റ്റംസ് ചോദിക്കും. കമ്പ്യൂട്ടറൈസ് അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് അത് തന്നെയാണ് അഡ്വാൻറ്റേജിലും പറഞ്ഞത്. സെക്യൂരിറ്റി സിസ്റ്റം ഓഫ് കമ്പ്യൂട്ടറൈസ് അക്കൗണ്ടിങ്ങിലുള്ള സെക്യൂരിറ്റി സിസ്റ്റം. ഇതിൽ എന്തുണ്ട്, കുറച്ച് തിയറി പോർഷൻ ഇതല്ലാതെ ചോദിക്കാൻ സാധ്യത. എന്തൊക്കെയാണ്, കോമ്പണൻസുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യും നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. നെക്സ്റ്റ് എന്താണ്, സ്പ്രെഡ്ഷീറ്റിൽ എന്തായും കോമ്പണൻസ് ചോദിക്കും. എന്താ കോമ്പണൻസ്, എന്താണ് സെല്ല്, എന്താണ് വർക്ക് ബുക്ക്, എന്താണ് വർക്ക് ഷീറ്റ്. സോ അതിലുള്ള ഓരോരോ പോർഷൻസുകൾ ഉണ്ടല്ലോ, റേഞ്ച് എന്താണ്, അങ്ങനെ കോമ്പണൻസ് ചോദിക്കും. ദെൻ സെൽ റെഫറൻസും അതിന്റെ ടൈപ്സും എക്സാമിന് ചോദിക്കും. ഉറപ്പാണ് സെൽ റെഫറൻസ് മാർക്ക് ചെയ്ത് വെച്ചോ. സെൽ റെഫറൻസ് ചോദിക്കുന്ന ഒരു പോർഷൻ ആണ്. എന്താ വർക്ക് ഷീറ്റ്, എന്താ വർക്ക് ബുക്ക് തുടങ്ങിയിട്ടുള്ള തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസുകൾ ചോദിക്കും. ഫംഗ്ഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കൗണ്ടുമായി റിലേറ്റ് ചെയ്തുള്ള പലത്. എന്താ കൗണ്ട് എ, കൗണ്ട് ബ്ലാങ്ക്. സോ കൗണ്ടുകൾ ഉറപ്പാണ് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ചോദിക്കുന്നത് വെച്ചാൽ സമ്മും ചോദിക്കും. സമ്മിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും മിക്കവാറും ചോദിക്കും. ദെൻ ഉള്ളത് കോൺസാറ്റിനേറ്റ്, ഇടയ്ക്കിടയ്ക്ക് എക്സാം ചോദിക്കണം. കോൺസാറ്റിനേറ്റ് ടെക്സ്റ്റ് ഫംഗ്ഷൻ ആണ്, അതും ചോദിക്കും. പിന്നെ ചോദിക്കുന്ന ഒരു പോർഷൻ ആണ് റൗണ്ട് അപ്പ്. അത് റൗണ്ട് ഉണ്ടാവും, റൗണ്ട് അപ്പ് ഉണ്ടാവും, റൗണ്ട് ഉണ്ടാവും. അങ്ങനെ 3 ടൈപ്പിലും ചോദിക്കും. പിന്നെ ഒരു പോർഷൻ ഉണ്ട്, എന്താണ് നിങ്ങൾക്കറിയാം ലുക്കപ്പ് ഫംഗ്ഷൻ ഉണ്ടല്ലോ, വി ലുക്കപ്പ് തുടങ്ങിയ ലുക്കപ്പ് ഫംഗ്ഷൻ. സോ ലുക്കപ്പ് ഫംഗ്ഷൻ എന്താണ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പോർഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും ചോദിക്കാറുണ്ട്. ദെൻ നിങ്ങൾക്ക് എന്തുണ്ട്, നമ്മുടെ ഫിനാൻഷ്യൽ PMT ഫംഗ്ഷന്, അതുപോലെ തന്നെ എൻപർ ഫംഗ്ഷൻസ് തുടങ്ങിയ ഫംഗ്ഷൻസ് ഉണ്ടാവും. സോ ആ ഒരു പോർഷൻ എന്ത് ചെയ്യും ചോദിക്കും. ഇനി എന്തുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് തന്നെ വേറെയും ചോദിക്കും. എങ്ങനെ, describe any 3 financial functions, describe any 2 statistical functions. സോ ഓരോ ഫംഗ്ഷൻസും അതിന്റെ ഗ്രൂപ്പ് ഏതാണോ ആ ടൈപ്സ് അടക്കം നമ്മൾ പഠിച്ചു നോക്കണം. എന്ത് ചെയ്യും, അത് ഡിസ്ക്രൈബ് ചെയ്യാനും എന്ത് ചെയ്യും എക്സാമിന് ചോദിക്കും. സോ ഇതാണ് സ്പ്രെഡ്ഷീറ്റുമായി റിലേറ്റ് ചെയ്തിട്ടും ദെൻ എന്താണ് നമ്മുടെ കമ്പ്യൂട്ടറൈസ് അക്കൗണ്ടിങ്ങുമായി റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കുന്നത്. സോ പാർട്ട് 3 കഴിഞ്ഞു, അഥവാ കമ്പ്യൂട്ടറൈസ് അക്കൗണ്ടിങ് കഴിഞ്ഞു. ഇനി എന്താ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ ഷെയർസ്, അക്കൗണ്ടിങ് ഫോർ ഷെയർസിൽ എന്താണ് ഷെയർസിന്റെ ക്ലാസിഫിക്കേഷൻസ്, പല ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ്, പെയ്ഡ്. സോ ആ ക്യാപിറ്റലിന്റെ ടൈപ്സുകൾ ചോദിക്കും. ദെൻ കോൾസ് ഇൻ അരീസ്, കോൾസ് ഇൻ അഡ്വാൻസ് ചോദിക്കും. ജേർണൽ എൻട്രി പല ടൈപ്പ് ഉണ്ട്. സിമ്പിൾ ആയിട്ട് ചോദിക്കും, സിമ്പിൾ ആയിട്ട് മാത്രം ചോദിക്കും. ആ സിമ്പിൾ ആയി ചോദിക്കുക മാത്രമല്ല, എന്താണ് നമുക്ക് കോൾസ് ഇൻ അരീസ് ഉള്ളതോ അഡ്വാൻസ് ഉള്ളതോ ചോദിക്കും. പ്രോ രാട്ട അലോട്ട്മെന്റ് ഉള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും നിങ്ങൾക്ക് ചോദിക്കും. ഇതൊക്കെ ഇതിൽ ഉൾപ്പെടും, അഥവാ ഇതൊക്കെ മൾട്ടിപ്പിൾ ടൈപ്സുകളാണ്. പിന്നെ എന്തുണ്ട്, ഷെയറിന്റെ 4 ഫീച്ചർ. എന്താണ് ഷെയറിന്റെ 4 ഫീച്ചർ. ഇനി ഏറ്റവും ലാസ്റ്റ് എന്താണ് ഷെയറിന്റെ റീഇഷ്യൂ. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ഉള്ളതെങ്കിൽ റീഇഷ്യൂ വരെ ചോദിക്കും. അത്ര ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ 4 ഫീച്ചർ വരെ. അതിലും ഡിഫിക്കൽട്ട് കുറയ്ക്കുകയാണെങ്കിൽ മാക്സിമം പോയ പ്രോറാട്ട വരെ ചെയ്യാം. അപ്പോൾ ഇതിലെ എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. എല്ലാ അഡ്ജസ്റ്റ്മെന്റും എന്തായാലും ചോദിക്കില്ല. പക്ഷേ ഇതിൽ ഏതെങ്കിലും 2 or 3 അഡ്ജസ്റ്റ്മെന്റുകൾ എന്ത് ചെയ്യും ഉറപ്പായിട്ടും ജേർണൽ എൻട്രി ചോദിക്കും. ഇതിന് പുറമെ ഇഷ്യൂ ഓഫ് ഷെയർസ്, കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. എന്താണ് കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്ത് ചെയ്യും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ദെൻ എന്താണ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്, ഈ പ്രീമിയം എന്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്ന ക്വസ്റ്റ്യൻ. എന്തിനൊക്കെയാണ് SPR യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ള ക്വസ്റ്റ്യൻ കണ്ടിപ്പാൻ നിങ്ങളുടെ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുമായി റിലേറ്റ് ചെയ്ത തിയറിറ്റിക്കൽ എന്ത് ചെയ്യും എക്സാമിന് ചോദിക്കും. ദെൻ ഡിബഞ്ചേഴ്സുമായി റിലേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് തിയറിറ്റിക്കൽ ചോദിക്കുന്നത് ഷെയർസിന്റെയും ഡിബഞ്ചേഴ്സിന്റെയും ഡിഫറൻസുകളാണ്. അതുപോലെ തന്നെ ഡിബഞ്ചർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്, ഷെയർ മാത്രമല്ല ഡിബഞ്ചറും കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷിൽ ചോദിക്കും. ഡിബഞ്ചറുമായി റിലേറ്റ് ചെയ്ത ജേർണൽ എൻട്രി, അതെന്തൊക്കെ ഡിബഞ്ചറിന്റെ ഇഷ്യൂന്റെ ജേർണൽ എൻട്രി വല്ലപ്പോഴും മാത്രമേ ചോദിക്കുള്ളൂ. ചോദിക്കുക എന്തായിരിക്കും ടേംസ് ഓഫ് ഡിബഞ്ചേഴ്സ്, എന്താണ് ഇഷ്യൂഡ് ആയിട്ട് റിഡീമബിൾ ആയിട്ട് പ്രീമിയം തുടങ്ങിയ 6 ടേംസ് ഉണ്ട്. ആ ടേംസുകളുടെ ജേർണൽ എൻട്രി 100% എഴുതി വെച്ചോ. ഒരു 3 അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കും. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത് വെച്ചാൽ ഇൻട്രസ്റ്റിന്റെ ജേർണൽ എൻട്രി എന്ത് ചെയ്യും ചോദിക്കും. ചിലപ്പോഴാണ് അത് ചോദിക്കുക, അത്ര കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ജേർണൽ എൻട്രി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ദെൻ ഡിബഞ്ചേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ തിയറിറ്റിക്കലി 100% ലിബാൻ സാർ തരുന്ന ഗ്യാരണ്ടിയാണ്. ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ ക്വസ്റ്റ്യങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഉറപ്പാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഫെയില്ല, ഉറപ്പാണ്. എന്താണ് ക്ലാസിഫിക്കേഷൻ ഡിബഞ്ചേഴ്സ് എന്നൊക്കെ കൺവേർട്ടിബിൾ, നോൺ കൺവേർട്ടിബിൾ, റിഡീമബിൾ, ഇറിഡീമബിൾ തുടങ്ങിയ സെക്യൂർഡ്, അൺസെക്യൂർഡ് അത്തരത്തിൽ ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് മസ്റ്റ് ആയിട്ട് വരുന്നതാണ്. സോ ഈ രീതിയിലാണ് 3 പാർട്ടിൽ നിന്ന് നിങ്ങളുടെ എക്സാമിന് ചോദിക്കുക. ഉറപ്പായും പഠിച്ചോ. അനാനും ഞാനും ഇന്നത്തെ ലൈവിൽ ഈ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ എത്തുന്നുണ്ട്. ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടിയിട്ട് അവിടെ എത്തുക. അപ്പോൾ മക്കളെ ബൈ ബൈ.